തിരുവനന്തപുരം ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ ഉദയകുമാറിനെ ഉരുട്ടിക്കൊന്ന കേസിൽ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ട് ഹൈക്കോടതി. അന്വേഷണത്തിൽ സിബിഐക്ക് ഗുരുതര വീഴ്ച പറ്റിയെന്ന് വ്യക്തമാക്കിയാണ് ഡിവിഷൻ ബെഞ്ചിന്റെ വിധി. ഒന്നാം പ്രതിയുടെ വധശിക്ഷയും റദ്ദാക്കി. വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് കുടുംബത്തിന് നിയമസഹായം നൽകുന്ന തിരുവനന്തപുരം ഡെപ്യൂട്ടി മേയർ പി.കെ. രാജു പ്രതികരിച്ചു. വൈകാരികമായായിരുന്നു ഉദയകുമാറിന്റെ അമ്മ പ്രഭാവതിയുടെ പ്രതികരണം. തന്റെ മകനെ പച്ചയ്ക്ക് തിന്നവരെ പുറത്തിറങ്ങാൻ അനുവദിക്കരുത്. ഹൃദയമുണ്ടെങ്കിൽ കോടതി ഇങ്ങനെ പറയില്ല. കേസ് അട്ടിമറിക്കാൻ ആരോ കളിച്ചു. താൻ ഇനി എന്ത് ചെയ്യണമെന്നും എന്ത് മായമാണ് അവർ കാണിച്ചതെന്നും പ്രഭാവതി ചോദിച്ചു. ഇനി എന്തൊക്കെ ചെയ്യണം? നിങ്ങൾ പറഞ്ഞു തരും എനിക്ക് എന്തൊക്കെ ചെയ്യണമെന്ന്. നിങ്ങൾ എല്ലാവരും അന്ന് നിന്നല്ല, നിങ്ങൾ പറഞ്ഞു തരും. നിങ്ങൾ ഒരു വാക്ക് പറഞ്ഞു തരും എന്തൊക്കെ ചെയ്യണം. ഞാൻ എനിക്ക് തോന്നണില്ല ഈ കുടുംബരോഗി എന്തെങ്കിലും മായം കാണിച്ച് അമ്മ ആരെ വല്ലതും ചെയ്തു വെച്ച് എന്നെ ചെയ്തു വെച്ചോ അല്ലെ ആരെങ്കിലും ചെയ്തു വെച്ച് ഇവൻ വെളിയിൽ ഇറങ്ങാന്ന് എനിക്കറിഞ്ഞൂടാ. ഉദയകുമാർ ഉരുട്ടിക്കൊല കേസ് അത് കേരള പോലീസിനെ വല്ലാതെ നാണക്കേടിലാക്കിയ ഒരു സംഭവമായിരുന്നു. അതിൽപ്പെട്ട പോലീസുകാരെയാണ് ഇപ്പോൾ കോടതി കുറ്റവിമുക്തരാക്കിയിരിക്കുന്നത്. ഇതിലൊരാളെ തൂക്കിക്കൊല്ലാനടക്കം വധശിക്ഷയടക്കം ഒന്നാം പ്രതികളുടെ വധശിക്ഷയടക്കം റദ്ദാക്കിക്കൊണ്ടാണ് കോടതിയുടെ ഉത്തരവ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഈ അമ്മയുടെയൊക്കെ സങ്കടവും വേദനയും ഒക്കെ നമ്മൾ ഒരുപാട് കണ്ടതാണ്. ആ സമയത്ത് കൃത്യമായ ശിക്ഷ പ്രതികൾക്ക് ലഭിക്കുമെന്നുള്ള തരത്തിലാണ് നിയമ നടപടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നു ഈ പ്രതികളെ വെറുതെ വിട്ടുകൊണ്ടുള്ള വിധി വന്നിയ പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. ഹൈക്കോടതിയാണ് ഇത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത് അമ്മയ്ക്ക് ചെറിയ രോഷമല്ല. സ്വന്തം മകനെ ഉരുട്ടിക്കൊലപ്പെടുത്തിയ കേരള പോലീസിന് നാണക്കേടായ ഒരു സംഭവത്തിലെ പ്രതികളെ ഇത്തരത്തിൽ കോടതി വെറുതെ വിടുക എന്നുള്ളത് ഏറെ ഗൗരവതരമായ ഒരു കാര്യമായി ഉദയകുമാറിനെ സ്നേഹിക്കുന്നവരും മറ്റും പൊതുസമൂഹവും മറ്റും കാണുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അത് ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല എന്ന് ആ അമ്മ പറയുകയും ചെയ്തു. ഡാനി, എന്താണ് കോടതി എന്തൊക്കെ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഈ പ്രതികളെ വെറുതെ വിട്ടത്? ദീർഘകാലമായുള്ള ഒരു നിയമ പോരാട്ടമായിരുന്നല്ലോ ഇതുമായി ബന്ധപ്പെട്ട്. രഞ്ജിത്ത, കോടതി പ്രധാനമായും തന്നെ കാണുന്നത് CBI നടത്തിയ അന്വേഷണം അത് കൃത്യമല്ല എന്ന് തന്നെയാണ്. CBI നടത്തിയ പല ഫൈൻഡിങ്സുകളും അത് കൃത്യമായിട്ടല്ല ചെയ്തത്. അവർ വലിയ രീതിയിലുള്ള പിഴവുകൾ ഉണ്ടായിട്ടുണ്ട് എന്നതെല്ലാം തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതികളെ വെറുതെ വിടാനായിട്ട് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ജിതകുമാറിൻ്റെ വധശിക്ഷ അടക്കം റദ്ദ് ചെയ്തുകൊണ്ടാണ് മോചിപ്പിക്കുന്നത്. കാരണം ഇതിൽ നടന്നിരിക്കുന്നത് കൃത്യമായ ഒരു അന്വേഷണമല്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. CBI അന്വേഷണം അശാസ്ത്രീയമായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ കോടതി നടപടി വന്നിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും തന്നെ പറയുന്നത് CBI അന്വേഷണവും അവർ സ്വീകരിച്ച പ്രോസിക്യൂഷൻ നടപടികളും ഇല്ലീഗലാണെന്നാണ് ഡിവിഷൻ ബെഞ്ച് പറയുന്നത്. ഇതാണ് ഒന്നാം പ്രതി ഉൾപ്പെടെയുള്ള പ്രതികളെല്ലാം തന്നെ കുറ്റവിമുക്തനാക്കുന്നതിന് കാരണമായിട്ടുള്ളത്. മുഴുവൻ പേരെയുമാണ് കോടതി വെറുതെ വിട്ടിട്ടുള്ളത്. ഗുരുതരമായ പിഴവാണ് CBIക്ക് ഈ അന്വേഷണത്തിൽ സംഭവിച്ചിരിക്കുന്നതെന്നാണ് കോടതി പറയുകയും ചെയ്യുന്നത്. പോലീസുകാരായ കെ ജിതകുമാർ, DYSP ആയിരുന്ന അജിത് കുമാർ, SP-മാരായിരുന്ന EK സാബു, TK ഹരിദാസ് തുടങ്ങിയവരെല്ലാമാണ് ഈ പ്രതിപട്ടികയിലടക്കമെല്ലാം തന്നെ ഉണ്ടായിരുന്നത്. ഇവരെല്ലാം തന്നെയാണ് കുറ്റവിമുക്തരാക്കിക്കൊണ്ടുള്ള ഈ നടപടികൾ ഉണ്ടായിരുന്നത്. ഒരു പ്രതി ഈ ഒരു കാലയളവിൽ രോഗബാധിതനായി മരിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും വളരെ ശക്തമായ ഒരു തിരിച്ചടിയാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. കേസ് അന്വേഷിച്ച CBIക്ക് കൃത്യമായ രീതിയിൽ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല എന്നും ഇതിൽ കൃത്യമായ രീതിയിലൊരു ഫൈൻഡിങ്സ് അവർക്ക് കോടതി മുൻപാകെ അടക്കം സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുമാണ് പറയുന്നത്. മുഴുവനായും തന്നെയും ഒരു ക്രമവിരുദ്ധമായ രീതിയിലാണ് കേസിൻ്റെ ഒരു തുടർച്ചകൾ ഉണ്ടായിരുന്നതെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതികളെല്ലാം തന്നെ കുറ്റവിമുക്തരാക്കിയിരിക്കുന്നത്. ഡാനി, ഇതിനകത്ത് നമുക്കറിയാം 2005 നടന്ന ഒരു സംഭവമാണ്. 2005 ഇതുമായി ബന്ധപ്പെട്ട് വലിയ സെപ്റ്റംബർ 27 രാത്രി 10:30 സംഭവിച്ച ഒരു കാര്യം. മോഷണക്കുറ്റത്തിന് ആരോപിച്ച് പിടികൂടിയ ഉദയകുമാറിനെ ക്രൂരമായി ലോക്കപ്പ് മർദ്ദനത്തിനിരയായി കൊല്ലുന്ന ഒരു പശ്ചാത്തലമൊക്കെ ഉണ്ടായ സാഹചര്യം. പിന്നീട് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു, ലോക്കൽ പോലീസ് അന്വേഷിച്ചു. അപ്പോഴൊക്കെ ഈ അമ്മയ്ക്ക് ആരോപണം ഉണ്ടായിരുന്നു, അട്ടിമറിക്കാൻ പോലീസ് ശ്രമിക്കുന്നു എന്ന പരാതിയുമായാണ് ഹൈക്കോടതിയിലേക്ക് എത്തുന്നത്. ഈ കേസിൻ്റെ നാൾ വഴികൾ ഇങ്ങോട്ട് നോക്കിയാൽ ഈ കേസ് അട്ടിമറിക്കാനുള്ള നിരവധി ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ഹൈക്കോടതിക്ക് മുന്നിൽ മറ്റും ഇവരുടെ കുറ്റം തെളിയിക്കാൻ പറ്റിയ തെളിവുകൾ കൃത്യമായി ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇത് ഈ കേസിൻ്റെ ഇപ്പോഴത്തെ ഒരു വിധിന്യായത്തിന് കാരണമായിട്ടുണ്ടെന്ന് കരുതാമല്ലോ.
അങ്ങനെ തന്നെയാണ് കരുതുന്നത്. ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നതും അത് തന്നെയാണ്. കൃത്യമായ രീതിയിലുള്ളൊരു നടപടികളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഈ പ്രതികളെ അടക്കം തന്നെ എല്ലാവരെയും വെറുതെ വിടുന്നതിനടക്കം ഹൈക്കോടതി കാര്യങ്ങളിലേക്ക് എത്തുകയും ചെയ്തത്. അവർ ഒരു അന്വേഷണവും അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷൻ നടപടികളും ശരിയായ രീതിയിലായിരുന്നില്ല എന്ന് തന്നെയാണ് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് മുഴുവൻ പ്രതികളെയും കുറ്റവിമുക്തരാക്കിക്കൊണ്ട് ഹൈക്കോടതി ഉത്തരവായിരിക്കുന്നത്. ഇനി ഒരുപക്ഷെ ഇതിൽ അപ്പീലടക്കമുള്ള കാര്യങ്ങൾക്കായിരിക്കാം ഇനി ഒരുപക്ഷെ സാധ്യതയുള്ളത്. എന്തായാലും ഈ അന്വേഷണം കൃത്യമല്ല എന്നും അതിൻ്റെ ഒരു പ്രോസിക്യൂഷൻ നടപടികളും ശരിയല്ല എന്നും എല്ലാം തന്നെ പറയുമ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനിയൊരു ഹർജി ഫയൽ ചെയ്യുക അല്ലെങ്കിൽ ഇതൊരു പുനഃപരിശോധിക്കുക അതിനെല്ലാം എത്രത്തോളം സാധ്യതയുണ്ട് എന്നതുകൂടി ആലോചിക്കേണ്ടി വരും. കാരണം ഇതിൻ്റെ ഒരു അന്വേഷണ റിപ്പോർട്ടും കാര്യങ്ങളുമെല്ലാം തന്നെയാണ് ഈ കേസിനെ പിടിച്ചു നിർത്തുക. തുടക്കത്തിലെ തന്നെ സംഭവിച്ച ഇതിൽ പിഴവുകൾ നിരവധിയായി ഉണ്ട് എന്ന് കോടതി തന്നെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇനി അതിൽ ഒരു ഹർജിയോ അല്ലെങ്കിൽ മേൽക്കോടതിയുടെ ഒരു പരിഗണനയിലേക്ക് പോകുമ്പോൾ ഇതെല്ലാം തന്നെ എത്രത്തോളം ഉപകരിക്കും എന്നതെല്ലാം തന്നെ ആലോചിക്കപ്പെടേണ്ടതുണ്ട്. എന്തായാലും CBIക്കാണ് ഇതിൽ കൃത്യമായ രീതിയിൽ പിഴ കേൾക്കേണ്ടി വരുന്നത്. അവരുടെ കേസ് അടക്കമുള്ള അന്വേഷണവും അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷൻ മറ്റ് താഴെ കോടതിയിലുള്ള നടപടികൾ അടക്കമുള്ള കാര്യങ്ങളാണ് ഹൈക്കോടതി വിമർശിച്ചിരിക്കുന്നത്. അന്വേഷണ ഏജൻസിയെ തന്നെയാണ് ഒരർത്ഥത്തിൽ ഹൈക്കോടതി വിമർശിച്ചിരിക്കുന്നത്. ഇതാണ് സാഹചര്യം. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതി 20 വർഷത്തിന് ശേഷമാണ് ഈ പ്രതികളെ കുറ്റവിമുക്തനാക്കിക്കൊണ്ട് ഉള്ള ഉത്തരവ് വരുന്നത്. ഒന്നാം പ്രതി വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്ന ഒന്നാം പ്രതി ഇതിനിടയ്ക്ക് മരണപ്പെട്ടതൊക്കെ നമ്മൾ കണ്ടതാണ്. കേരള മനസാക്ഷിയെ വല്ലാതെ ഇരുത്തി ചിന്തിപ്പിച്ച ഒരു കേസാണ്. അവിടെ 20 വർഷത്തെ നിയമപോരാട്ടത്തിന് ശേഷം പ്രതികൾ കുറ്റക്കാരല്ല എന്ന് കണ്ടെത്തിയിരിക്കുന്നു. ആ അമ്മ പോരാട്ടം തുടരും എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ.